എങ്ങനെയാണ് സലാം പറയേണ്ടത്? സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ സലാം ആവുമോ? സലാമുൻ അലൈക്കും, അനക്കിന്റെ സലാം ഉണ്ട് കേട്ടോ. ഇങ്ങനെ പല കോലത്തിലും സലാമുണ്ട്. ചില ആൾക്കാർ പള്ളിക്ക് കയറിക്കുമ്പോ ഇസ്ലാം അലൈക്കും, ഇസ്ലാം അലൈക്കും, ഇതെന്താ പറയണെന്ന് തിരിയില്ല. മടക്കിയില്ലെങ്കിൽ ചിലപ്പോൾ എത്രയും വലിയൊരു സലാം അടക്കാത്തെന്ന് പറയും. യഹൂദികള് ഹബീബായ തങ്ങളെ കാണുമ്പോ അസ്സാം അലൈക്കും എന്ന് പറയും, കളിയാക്കിക്കൊണ്ട. എന്താ അർത്ഥം? നിന്റെ മേല് മരണം ഉണ്ടാവട്ടെ എന്നാ. ലാമിനെ കട്ടുകാണ്ട് അസ്സാം അലൈക്കും. അപ്പൊ ആ പറയുന്ന വാക്ക് ശരിയില്ലെങ്കിൽ നമ്മളതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. എങ്ങനെയാണ് പറയേണ്ടത്? അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത്. അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞാലും സലാമുൻ അലൈക്കും എന്ന് തൻവീനോടുകൂടെ പറഞ്ഞാലും മടക്കൽ നിർബന്ധമാകും. അങ്ങനെ പറഞ്ഞാലും സലാമാകും. സലാം ഒരാൾക്ക് കൊടുത്തയക്കുമ്പോ ചില ആൾക്കാർ പറയും മദീനത്ത് പോകുമ്പോ എന്റെ സലാം പറയണം, അങ്ങനെ പറഞ്ഞാൽ പോരാ. ഹബീബായ തങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇങ്ങനെയാണ് സലാം കൊടുത്തയക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയലാണ് അതിന്റെ ഒരു മധ്യരൂപം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുകൂടി കൂട്ടി പറയൽ പൂർണ്ണ രൂപമാണ്. ഞാൻ എന്റെ കൂട്ടത്തിൽ ചില ആൾക്കാർ മഗ്ഫിറത്തുഹു വജന്നത്തുഹു എന്നൊക്കെ കൂട്ടും. അതില്ല. അങ്ങനെ ഒന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിലില്ല. അത് വിദ്യാർത്ഥാണ്, നമ്മൾ ചെയ്യുന്ന ആവശ്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞതിൽ എല്ലാം പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് സലാം പറയേണ്ട രൂപം. ഇങ്ങനെ ഒരാൾ സലാം പറഞ്ഞാൽ അത് മടക്കൽ നിർബന്ധമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സലാം പറയാതെ ചില ആൾക്കാർ ഇങ്ങനെ കൈ ഉയർത്തുന്ന ഒരു പരിപാടി. സലാമിന്റെ സ്ഥാനത്ത് കൈ ഉയർത്തൽ, അതിനെ ഹബീബായ തങ്ങൾ അങ്ങേയറ്റം എതിർത്തിട്ടുണ്ട്. ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, നമ്മിൽപ്പെട്ടവനല്ല, നമ്മളല്ലാത്ത ആളുകളോട് സാദൃശ്യപ്പെടുന്നവൻ എന്ന് പറഞ്ഞ ഹബീബായ തങ്ങൾ പറയാണ്, ലാ തശബ്ബഹു ബിൽ യഹൂദ്, യഹൂദികളോട് ജൂതന്മാരോട് നിങ്ങൾ സാദൃശ്യപ്പെടരുത്. വലാ ബിൻ നസാറ, ക്രൈസ്തവരോടും നിങ്ങൾ സാദൃശ്യപ്പെടരുത്. ഫഇന്ന തസ്ലീമൽ യഹൂദി അൽ ഇശാറത്തു ബിൽ അസാബിഅ, അവർ കൈ ഇങ്ങനെ കാണിക്കലാണ്. അവങ്ങനെ കൈ ഇങ്ങനെ വെറുതെ ഉയർത്തിയിട്ട് സലാം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൈ ഉയർത്തൽ, അത് വിശദമായി പറയണണ്ട. ഇപ്പൊ യാത്ര പോകാൻ വേണ്ടി കുട്ടികൾ ടാറ്റ പറയാം, അത് സലാമിന്റെ സ്ഥാനത്തല്ല, അതിന് കുഴപ്പമില്ല. വെറുതെ ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കാം, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തി, ഇതൊന്നും തെറ്റുള്ള കാര്യമല്ല. വെറുതെ സലാം പറയാതെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൈ ഉയർത്തൽ പാടില്ലാത്തതാണ്. ഇനി കുറെ ആളുകൾ കുറച്ച് അകലത്തിലുള്ള ആളുകളോട് സലാം പറയുമ്പോ അസ്സലാമു അലൈക്കും എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് ഓരോട് സലാം പറഞ്ഞെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തൽ, അത് സുന്നത്താണ്. ശരിക്കും മനസ്സിലാക്കണം. കുറച്ച് അകലത്തിലുള്ള ആളുകൾ, നമ്മൾ പറഞ്ഞ് കേൾക്കാത്ത ആളുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തി കാണിക്കും. ആ പറച്ചിൽ കൊണ്ട് കൈ ഉയർത്തൽ അത് സുന്നത്തായ രൂപമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ ഈ രൂപത്തിലാണ് സലാം പറയേണ്ടത്. സലാം പറയാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ചില അവസ്ഥയിൽ ഇരിക്കുമ്പോൾ സലാം പറയരുത്. വ്യക്തികളല്ല, ആ വ്യക്തികൾ ചില അവസ്ഥയിലായിരിക്കും. ആ അവസരത്തിൽ സലാം പറയാൻ പാടില്ല. ഒന്ന്, മലമൂത്ര വിസർജനം നടത്തുന്ന ആളോട് സലാം പറയരുത്, അവരോട് സലാം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം മടക്കും വേണ്ട, പറഞ്ഞത് കൊണ്ട് അവന് മടക്കൽ അവനിക്ക് നിർബന്ധമില്ല. മറ്റൊന്ന്, ആരാധനാ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, കുത്തുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ദർസ് നടത്തിക്കൊണ്ട്, ഇപ്പൊ ക്ലാസ് എടുക്കല്ലേ, ഇതിന്റെ അടുത്ത് ഒരാൾ ഒന്ന് സലാം പറഞ്ഞാൽ എനിക്ക് മടക്കേണ്ട ആവശ്യമില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും മടക്കേണ്ട ആവശ്യമില്ല. ഇൽമിന്റെ ജോലിയിൽ എന്നാൽ നിർബന്ധമായി നമ്മൾ അറിയേണ്ട ഇൽമ പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്ന ഇൽമ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സലാം പറഞ്ഞാൽ ആ സലാം അടക്കേണ്ട ആവശ്യം ഇല്ല, അങ്ങനെ പറയേണ്ടതും ഇല്ല. ഇന്ന് ഒരാളോട് സലാം പറഞ്ഞു എന്ന് വെക്കാം, അയാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കാം. ശേഷം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വഅലൈക്കും അസ്സലാം എന്നുകൂടെ പറയാം എന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സലാം പറഞ്ഞു, മടക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ കൈ ഉയർത്തി കാണിക്കാം, നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം മടക്കാം, അത് സുന്നത്താണ്, നിർബന്ധ ബാധ്യതയിൽ പെടില്ല. ഇതാണ് ചില അവസ്ഥകൾ എന്ന് പറയും. മറ്റൊന്ന്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് സലാം പറയേണ്ടതില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അയാളുടെ വായിൽ ഭക്ഷണം ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന ആൾക്കാരോട് സലാം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
അയാളുടെ വായിൽ ഭക്ഷണം ഉണ്ടായിരിക്കെ സലാം പറഞ്ഞാൽ സലാം അടക്കുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചാൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യേണ്ടതില്ല. ഇനി ചില വ്യക്തികളോട് സലാം പറയാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ ചില അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാർ, അത് എല്ലാവർക്കും ബാധകമാണ്. എല്ലാവരും ഈ അവസ്ഥയിലേക്ക് വരാം. എന്നാൽ ചില വ്യക്തികളോട് ഒരിക്കലും സലാം പറയാൻ പാടില്ല. ഹബീബായി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സലാം പറയാൻ പാടില്ല. അന്യ സ്ത്രീ പുരുഷനോട്, അന്യ പുരുഷൻ സ്ത്രീയോട് സലാം പറയാൻ പാടില്ല. മറ്റൊന്ന്, പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഫാസിഖ്, ഹറാമ് പരസ്യമായി ചെയ്ത് നടക്കുന്ന ആള്, അയാളോട് സലാം പറയേണ്ടതില്ല. അയാൾ സലാം പറഞ്ഞാൽ മടക്കേണ്ടതും ഇല്ല. മറ്റൊന്ന്, മറ്റു മതസ്ഥരായ ആൾക്കാർ ഒരു സലാം പറഞ്ഞാൽ അവരോട് മടക്കേണ്ടയില്ല. അവർ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബഹുമാനിച്ചുകൊണ്ട് സലാമൊക്കെ പറയും, അത് മടക്കേണ്ടതില്ല, മടക്കാൻ പാടില്ല. മറ്റൊന്ന് മുബത്തദി ആണ്, ബിദ്അത്തുകാരൻ. ബിദ്അത്തുകാരന്റെ സലാമും മടക്കേണ്ടതില്ല. അതെന്തിനു വേണ്ടിയാണ്? സജ്റിന് വേണ്ടിയാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് കാണാം. അവർ നന്നാവാൻ വേണ്ടിയിട്ട്. അവരോട് സലാം പറഞ്ഞത് അവർ മടക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ സലാം മടക്കണില്ല, എനിക്കെന്താ കുഴപ്പം എന്ന് ചിന്തിച്ചിട്ട് അവർ മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അവരോട് സലാം മടക്കണ്ടെന്ന് പറഞ്ഞത്.